മലപ്പുറം കോഡൂരിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് യാത്രക്കാരെ കയറ്റിയെന്നാരോപിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവറെ ബസ് ജീവനക്കാർ മർദ്ദിച്ചു. മർദ്ദനമേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു. മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് മരിച്ചത്. മഞ്ചേരി തിരൂർ റോട്ടിലോടുന്ന BTV ബസ്സിലെ ജീവനക്കാരാണ് മർദ്ദിച്ചത്. ശിവദാസ് കന്മനം വിവരങ്ങളുമായി ചേർന്നു. ശിവദാസ്, പറയൂ. ഇന്ന് രാവിലെ 10:30യോടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കോഡൂരിൽ വെച്ചാണ് ബസ് ജീവനക്കാർ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ചത്. അതായത് കോഡൂരിൽ ബസ് കാത്തു നിന്നിരുന്ന അല്ലെങ്കിൽ 3 യാത്രക്കാരെ ഈ ഓട്ടോയിൽ കയറ്റി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ഓട്ടോയുടെ കുറുകെ ബസ് നിർത്തിയിട്ട് പിന്നീട് ഇറങ്ങി ബസ് ജീവനക്കാർ ഈ ഓട്ടോ ഡ്രൈവറായ അബ്ദുൽ ലത്തീഫിനെ ആക്രമിച്ചത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് ഓട്ടോയിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തി പിന്നീട് പരാതി നൽകുക എന്ന ലക്ഷ്യത്തോടെ അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തിയത്. പക്ഷേ ആശുപത്രിയിൽ എത്തിയ അദ്ദേഹം പിന്നീട് കുഴഞ്ഞ് വീണ് മരിക്കുകയാണ് ഉണ്ടായത്. BTV എന്ന ബസ്സിലെ ജീവനക്കാരാണ് ആക്രമിച്ചത്. ഈ സംഭവത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിലാണ്. അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തീകരിക്കും. ഇപ്പോൾ ആ വാർഡിലെ തന്നെ അദ്ദേഹം താമസിച്ചിരുന്ന പൊന്മള പഞ്ചായത്തിലെ അതേ 17ാം വാർഡിലെ വാർഡ് മെമ്പർ കൂടിയായ രാജൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അയാൾ മലപ്പുറത്ത് നിന്ന് വണ്ടിയെടുത്ത് വരുന്ന വഴിക്കൽ മൂന്ന് സ്ത്രീകളെ കൈ കാട്ടിയപ്പോൾ അതിൽ കയറ്റുകയും അതിൻ്റെ കൂടെ വന്ന ബസ്സുകാർ വന്നിട്ട് കോഡൂർ എത്തിയപ്പോഴാണ് വിലങ്ങിട്ട് അവർ മർദ്ദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഈ ആളുകളെ കയറ്റി എന്നുള്ളതാണ് അതിൻ്റെ കാരണമാണ് അവർ പറയുന്നത്. സാധാരണ ഒരു ഓട്ടോ ഡ്രൈവറാണ്, കാലങ്ങളായിട്ട് വാടകയ്ക്ക് നിന്നിരുന്നത്. എപ്പോഴാണ് അയാൾ നമ്മളെ വാർഡിൽ വന്ന്, നമ്മളെ നാട്ടുകാരനല്ല, തൊട്ടടുത്ത ഒതുക്കൽ പഞ്ചായത്തിലുള്ള ആളാണ്. നമ്മളെ വാടക പാവപ്പെട്ടൊരു ഫാമിലിയാണ്. ഉപജീവനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഒരു 3 വർഷമായിട്ട് ഇപ്പോൾ അവിടെ മാണൂർ ഭാഗത്ത് സ്ഥിരതാമസമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടുന്ന് ആളെ വണ്ടിയിൽ കയറ്റി എന്നുള്ളൊരു കുറ്റം മൂപ്പര് ചെയ്തിട്ടുള്ളൂ. അതിനാണ് മൂപ്പര് വണ്ടി ഏകദേശം 1 കിലോമീറ്ററോളം വണ്ടി ഓട്ടോനെ ഫോളോ ചെയ്തിട്ട് ബസ് വിലങ്ങിട്ടിട്ട് മൂപ്പരെ ഇറക്കിയിട്ടാണ് മർദ്ദിച്ചിട്ടുള്ളത്. ജീവനക്കാർ ഇതിനു മുമ്പ് അങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. BTV ബസ്സിന് മുന്നും ഇതുപോലുള്ള പരാതികളുള്ള ബസ്സാണത്. വേറെ ആളുകളൊക്കെ പരാതി പറയുന്ന ഒരു ബസ്സാണ് BTV എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും പ്രതിഷേധമോ ഓട്ടോക്കാരുടെ ഭാഗത്ത് നിന്ന്? എന്തായാലും ഓട്ടോ ഡ്രൈവർമാരെല്ലാവരും പണിമുടക്കും പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ എന്താണ് അതിൻ്റെ കാരണങ്ങൾ ഏതൊക്കെയെന്ന് എന്തെന്നുള്ള അറിയില്ല. ഞങ്ങളിപ്പോൾ ആ സമയത്ത് വന്നതാണ് ഇവിടെ, അതിനുശേഷം ഇവിടുന്ന് പോയിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണകാരണം എന്താണെന്ന് എപ്പോഴും വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ അത് സ്ഥിരീകരിക്കാൻ കഴിയൂ. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം. അതിനുശേഷം മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ. വീണ, ശരി ശിവദാസ്.